അപ്പോൾ നമുക്ക് ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കാര്യം ആയുർവേദത്തെക്കുറിച്ചാണ്. നിങ്ങൾക്ക് എന്നെക്കാളും കൂടുതൽ ആയുർവേദം അറിയാവുന്ന ആൾക്കാരാണ്, എനിക്കറിയാം. പക്ഷെ എവിടെയൊക്കെയോ വെച്ച് മറന്നുപോയി അല്ലേ? നമ്മൾ മറന്നുപോയി. ചില കാര്യങ്ങൾക്ക് ഓർമ്മിപ്പിക്കുമ്പോൾ ചിലപ്പോൾ ഓർക്കാൻ സാധ്യതയുണ്ട്. ശരിയല്ലേ? ഒരു 2 തലമുറയായിട്ട് നമ്മൾ ആയുർവേദത്തിൽ നിന്നൊന്ന് മാറിപ്പോയി. അതിൻ്റെ ചില പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഉണ്ടോ ഇല്ലയോ? ഇല്ലേ? കുഴഞ്ഞു വീണ് മരിക്കുന്നു, ജീവിതശൈലി രോഗങ്ങൾ, അറ്റാക്ക് പോലുള്ള കാര്യങ്ങൾ അല്ലേ? അതുപോലെ തന്നെ ഫാറ്റി ലിവർ, പണ്ട് മദ്യപാനികൾക്കുണ്ടായിരുന്ന അസുഖങ്ങളാണ് ലിവർ സിറോസിസ് ഒക്കെ. അതിന്ന് ആർക്കാ ഉള്ളത്? കൊച്ചു കുട്ടികൾക്ക്, അമ്മമാർക്കുമാണ്. അവർ കള്ളു കുടിച്ചിട്ടാണോ? കള്ളുടിയന്മാർക്കുണ്ടായിരുന്ന അസുഖം അവർ കള്ളു കുടിച്ചിട്ടാണോ? അല്ല. എന്തുകൊണ്ടാണ് അവർക്കുണ്ടായത്? ഇന്ന് വറുത്തതും പൊരിച്ചതുമൊക്കെ ആയിട്ട് വാരി വലിച്ച് കഴിക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ അതുകൊണ്ടാണ്. ഇന്ന് ഭക്ഷണം കഴിച്ചതിൻ്റെ കാരണം കൊണ്ട് പണ്ട് പട്ടിണി മരണങ്ങൾ നടന്നിരുന്നു നമ്മുടെ നാട്ടിൽ അല്ലേ? പട്ടിണി കിടന്ന് ഒത്തിരി ആളുകൾ മരണപ്പെട്ടു. നമ്മുടെ മുത്തശ്ശനൊക്കെ പട്ടിണി കിടന്ന് മരിച്ചിട്ടുണ്ട് ഇല്ലേ? പക്ഷേ ഇന്ന് ആഹാരം കൂടുതലായതുകൊണ്ട് നമുക്ക് എന്ത് സംഭവിക്കുന്നു? മരണം സംഭവിക്കുന്നു. ഇന്ന് ആഹാരത്തിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇന്ന് കൂടുതൽ മരണം സംഭവിക്കുന്നത്, കൂടുതൽ രോഗികളായി മാറുന്നത്. അപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്ന കാര്യം, ഇത് നമ്മളൊന്ന് ആചരിക്കണ്ടേ? ഈ ആയുർവേദത്തെ നമ്മളൊന്ന് അറിയണ്ടേ? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യത്തേക്കാൾ കൂടുതലൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇത് 9 വർഷമായിട്ട് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒത്തിരി ആളുകൾക്ക് ഈ ഉൽപ്പന്നങ്ങൾ കൊടുത്തും കുറേ കാര്യങ്ങൾ എനിക്കിതിൻ്റെ ട്രെയിനിങ്ങും പ്രോഗ്രാംസും ഒക്കെ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചുകൊണ്ട് ഒത്തിരി ആളുകൾക്ക് എനിക്ക് അവരുടെ സ്ഥിരമായിട്ട് ഇനി ഓപ്പറേഷൻ ചെയ്താൽ ഇത് മാറില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പല ആളുകളെയും നമ്മൾ ഓപ്പറേഷൻ ചെയ്യാത്ത ലെവലിൽ നമ്മൾ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്ത് എന്ത് സംഭവിക്കും? ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കും. ഇപ്പം നിങ്ങളൊക്കെ പല ഓപ്പറേഷനൊക്കെ വിധേയരായവരാണ്. ഇപ്പോൾ പ്രസവിക്കുമ്പോൾ, ലേഡീസിനെ സംബന്ധിച്ച് പ്രസവിക്കുമ്പോൾ ഓപ്പറേഷൻ ചെയ്ത അല്ലേ? ഈ ഓപ്പറേഷൻ ചെയ്ത ലേഡിക്കാണോ പ്രസവിച്ച ലേഡിക്കാണോ സുഖപ്രസവത്തിൽ ലേഡിക്കാണോ ആരോഗ്യം കൂടുതൽ? അല്ലേ? ശരിയല്ലേ? 10 പെറ്റ അമ്മയ്ക്കാണോ 2 പെറ്റ അമ്മയ്ക്കാണോ ആരോഗ്യം കൂടുതൽ? ആർക്കാ? 10 പെറ്റ 10 പെറ്റ അമ്മയ്ക്കാണോ 2 പെറ്റ അമ്മയ്ക്കാണോ ആരോഗ്യം കൂടുതൽ? 10 പെറ്റ അമ്മയ്ക്കാ. പക്ഷേ ഇപ്പോൾ എന്തില്ല, നമ്മൾ ഇതിനൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല, പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് ആയുർവേദം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതനുസരിച്ച് നമ്മൾ ജീവിച്ചേ പറ്റൂ. നമ്മളിപ്പോൾ TV പോലുള്ള മാധ്യമങ്ങൾ വന്നതിന് ശേഷം നമ്മൾ പല ആളുകളും ആയുർവേദത്തിൽ നിന്ന് പെട്ടെന്ന് റിസൾട്ട് കിട്ടും. അപ്പോൾ 3 ദിവസം പനിച്ച് കിടക്കാൻ സാറിനെ കൊണ്ട് പറ്റുമോ? ചേട്ടനെ കൊണ്ട് 3 ദിവസം പനിച്ച് കിടക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ഒറ്റ മണിക്കൂറും കൊണ്ട് അത് മാറ്റിയെടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആശുപത്രിയിൽ പോയി പാരസെറ്റമോൾ പോലെയുള്ള സാധനങ്ങൾ, ഡോളോ പോലെയുള്ള സാധനങ്ങൾ വാരി വിഴുങ്ങണം അല്ലേ? അങ്ങനെ വാരി വിഴുങ്ങുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ശരീരത്തിലുള്ള, അതായത് ഒരു പാരസെറ്റമോൾ നമ്മൾ വിഴുങ്ങി കഴിയുമ്പോൾ അപ്പം തന്നെ 2 കോശങ്ങൾ അടിച്ചു, 2 കോശങ്ങൾ അപ്പം തന്നെ പോയി. അപ്പോൾ അങ്ങനെയുള്ള കാര്യം. നേരെ മറിച്ച് ആയുർവേദം കഴിച്ചാലോ, ചുക്കും കുരുമുളകും കഴിച്ച് വെള്ളം കുടിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ചുക്ക് കാപ്പിയൊക്കെ കഴിച്ചില്ലേ പണ്ട് പനി വന്നപ്പോൾ? ഒരു 3 ദിവസം പനിച്ചു കിടക്കും. പക്ഷേ ചുക്ക് കാപ്പി കഴിച്ചിട്ട് നമ്മൾ തല വരെ മൂടി അങ്ങ് പുതച്ച് കിടന്നിട്ട് ആ പുതപ്പിൻ്റെ ഉള്ളിൽ കിടന്നൊന്ന് വേർത്തപ്പോൾ പനി മാറിയില്ലയോ? അപ്പോൾ തന്നെ തൂമ്പ എടുത്തോണ്ടും ഇതൊക്കെ എടുത്തുകൊണ്ട് ഇറങ്ങാൻ സാധിച്ചില്ലയോ? സാധിച്ചിട്ടുണ്ടല്ലേ? ആരോഗ്യം തിരിച്ചു കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആരോഗ്യം തിരിച്ചു കിട്ടുന്ന ഒരവസ്ഥയാണ് ആയുർവേദം. നേരെ മറിച്ച് ആരോഗ്യത്തെ വേണമെങ്കിൽ ഈ പാരസെറ്റമോൾ കഴിച്ചാൽ പനി മാറും, ശരീരത്തെ ചൂട് മാറും. പക്ഷേ അപ്പം തന്നെ പണിക്കൊന്നും പോകാൻ പറ്റില്ല, തലക്കറങ്ങി വീഴുകയൊക്കെ ചെയ്യും. മനസ്സിലായോ? ഒരാഴ്ച കഴിയാണ്ട് ആ പനിയുടെ ആ ഒരു കെട്ടങ്ങ് വിടില്ല, ആ ഒരവസ്ഥയാണ്. അപ്പോൾ ആ ഒരവസ്ഥയ്ക്ക് മാറ്റം വരണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രതിരോധശേഷി നേടണം. എന്താണ് ഈ പ്രതിരോധശേഷി? അല്ലേ? എല്ലാവരും പറയും പ്രതിരോധശേഷി, ഇമ്മ്യൂണിറ്റി പവർ അല്ലേ? ഇന്നിപ്പോൾ TV ഒക്കെ വെച്ച് നോക്കിയാൽ ഇപ്പോഴും പറയും, ഏതെങ്കിലും ഒരു സാധനം കാണിച്ചിട്ട് ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടെന്ന്. എന്താണ് ഇമ്മ്യൂണിറ്റി പവർ? ഇമ്മ്യൂണിറ്റി പവർ എന്ന് പറഞ്ഞാൽ പ്രതിരോധശേഷി എന്ന് പറഞ്ഞാൽ ഇമ്മ്യൂണിറ്റി പവർ. അത് ഇംഗ്ലീഷും മലയാളമാണ്. പക്ഷേ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കേട്ടിട്ടില്ലേ, നമ്മൾ ICUവിൽ കിടക്കുന്ന രോഗിക്ക് പോലും എന്തുണ്ട്? ഇഞ്ചക്ഷൻ കൊടുത്തപ്പോൾ മരുന്നിനോട് പ്രതികരിച്ചില്ല. കേട്ടിട്ടില്ലേ നിങ്ങൾ? അല്ലേ? ആ മരുന്നിനോട് പ്രതികരിക്കാണ്ട് വന്നാൽ പിന്നെ എന്തു പറ്റി? ആൾ മരിച്ചു. അതായത് മരുന്നിനോടൊന്നല്ല, എന്തിനോടും ഒരു പ്രതികരണം വേണം. ഈ പ്രതികരണം എവിടെ നിന്നുണ്ടാവണമെന്നറിയോ? ആ പ്രതികരണത്തിനെയാണ് ഇമ്മ്യൂണിറ്റി പവർ എന്ന് പറഞ്ഞത്. പ്രതികരണത്തിനെ, അതായത് നമ്മൾ മരിച്ചുപോയി, മരിച്ചുപോയി 24 മണിക്കൂറിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്ഫുടം ചെയ്യണം, അല്ലെങ്കിൽ മറവ് ചെയ്യണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും?
ചില സാധനങ്ങളൊക്കെ മൂക്കിക്കിടെയും കണ്ണിക്കിടെയും ചെവിക്കിടെയൊക്കെ ഇങ്ങനെ ഇറങ്ങി വരും. ഈ സാധനം തൊട്ടടുത്തുള്ള ഭാസ്കരൻ ചേട്ടൻ നമ്മളോട് വഴക്കായപ്പോൾ കൊണ്ടുവന്നിട്ടതാണോ നമ്മൾ ചത്ത് കിടന്നപ്പോൾ? ആണോ? അല്ല. ഇത് എവിടെയുണ്ട്? നമ്മുടെ ശരീരം ഇപ്പോൾ ഉണ്ടോ? നമ്മുടെ ശരീരത്തിൽ ഇല്ലേ? ഇപ്പോഴും ഉണ്ട്. അതാരാ തന്നേന്നറിയോ? നമ്മുടെ പെറ്റ അമ്മയാണ് തന്നെ. അതാണ് അമ്മമാരുടെ നേരെ കൈ കൊണ്ടിരുന്നു പറഞ്ഞത്. അമ്മമാരുടെ നേരെ കൈ കൊണ്ടിരുന്നു പറയാൻ കാരണം എന്താണെന്നറിയോ? അമ്മയ്ക്ക് നമ്മുടെ ശരീരത്തെ ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ ഈ അമ്മയ്ക്ക് തന്നെ നമ്മുടെ ശരീരത്തെ നശിപ്പിച്ച് കളയാനും അറിയാം. ആ കൃമി കീടങ്ങൾ നമ്മളെ വർക്ക് ചെയ്യും. അമ്മയ്ക്ക് വെള്ളം കൊടുത്തില്ലെങ്കിൽ അത് വർക്ക് ചെയ്ത് കൊടുക്കും. അത് ഉള്ളിൽ കിടന്നിങ്ങനെ പ്രവർത്തിച്ചു കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മളൊരു മാറാരോഗ്യമായിട്ട് മാറും. അപ്പോൾ ഒരു കാരണവശാലും അമ്മമാരുടെ നേരെ എതിര് പറയുകയോ ഒന്നും ചെയ്യരുത്. അവർ പറഞ്ഞോട്ടെ, അവർക്ക് എന്തെങ്കിലും പറഞ്ഞോട്ടെ. അവർക്ക് നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്താ? അവരുടെ മനസ്സ് വേദനിച്ചാൽ തീർന്നു. അതാണ് പറഞ്ഞത്. അമ്മയാണ് ആദ്യ ദൈവം. അമ്മ കാണിച്ചു തരുന്നതാണ് അച്ഛനെ. ഇദ്ദേഹം അച്ഛൻ എന്ന് പറയും അല്ലേ? ആ വിരലിന് ഒരു ശക്തിയുണ്ട്, പെണ്ണിൻ്റെ വിരലിന് ശക്തിയുണ്ട്. അതുകൊണ്ടാണ് ചൂണ്ടിയാൽ തീർന്നു നമ്മുടെ നേരെ. മനസ്സിലായ? അപ്പോൾ അമ്മ കാണിച്ചു തരും അച്ഛനെ. അമ്മയും അച്ഛനും കൂടിയാണ് എവിടെ കൊണ്ടുപോകണേ? ഗുരുദേവൻ്റെ അടുത്ത് കൊണ്ടുപോകണേ അല്ലേ? ഗുരുവിൻ്റെ അടുത്ത് കൊണ്ടുപോകണം, പഠിപ്പിക്കാനായിട്ട് കൊണ്ടുപോകണേ. അമ്മയും അച്ഛനും ഗുരുവും കൂടിയാണ് ദൈവത്തിൻ്റെ അടുത്ത് കൊണ്ടുപോകണം. അല്ലാണ്ട് അമ്മയ്ക്ക് വെള്ളം കൊടുക്കാണ്ട് അച്ഛനോട് എതിര് പറഞ്ഞിട്ട് ഗുരുവിനെ നിന്ദിച്ചിട്ട് ദൈവത്തിൻ്റെ അടുത്ത് പോയി ഉരുളിയല്ല സ്വർണ്ണ ഉരുളി കമത്തിയാലും അസുഖം മാറില്ല. അവിടുന്ന് അനുഗ്രഹം കിട്ടില്ല. അനുഗ്രഹം കിട്ടണമെങ്കിൽ ആദ്യം തുടങ്ങേണ്ടത് അമ്മയിൽ തുടങ്ങും. ആയുർവേദം പറയുന്ന അമ്മയാണ് ആദ്യ ദൈവം. അമ്മയിൽ ആദ്യം തുടങ്ങണം. അത് കഴിഞ്ഞ് അച്ഛനെ വന്ദിക്കണം. അത് കഴിഞ്ഞ് ഗുരുവിനെ നിന്ദിക്കാതിരിക്കണം. ഗുരുവിനെ ഇത് ചെയ്യണം. അതിന് ശേഷമാണ് എവിടെ പോകേണ്ടത്? ദൈവത്തിൻ്റെ അടുത്ത് പോകേണ്ടത്. അതുവരെയും ദൈവത്തിൻ്റെ അടുത്ത് പോകാൻ പാടില്ല. ദൈവത്തിൻ്റെ അടുത്ത് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ അമ്മ പറയുന്ന രീതിയിലേക്ക് നമ്മൾ ഭക്ഷണം. പണ്ടൊക്കെ അമ്മമാരായിരുന്നു എന്ത്? വൈദ്യന്മാർ. നമ്മുടെ മുഖം ഒന്ന് വാടിയിട്ട് വന്നു കഴിഞ്ഞാൽ അമ്മയ്ക്ക് അപ്പം തന്നെ അറിയാം. അന്നത്തെ കറി വയ്ക്കുന്ന അമ്മ അതായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയല്ലോ, രസമൊക്കെ വയ്ക്കും. നല്ല ഇത്തിരി കുരുമുളകൊക്കെ കൂട്ടിയിട്ട് ഒരു രസമൊക്കെ വയ്ക്കും. കാപ്പിയൊക്കെ രാവിലെ നമ്മുടെ ചക്കര കാപ്പിയൊക്കെ തരും. എന്താ കാരണം എന്നറിയോ? ചക്കര കാപ്പിയൊക്കെ തരുന്നതിൻ്റെ കാരണം, എൻ്റെ കുട്ടിക്ക് പനിയാണ്, അതിന് പ്രതിരോധശേഷി നേടണം. ആ പ്രതിരോധശേഷിയാണ്. നിങ്ങൾ മുട്ട ഓംലേറ്റ് കഴിക്കുമോ? കഴിച്ചിട്ടുണ്ടോ? മുട്ട ഓംലേറ്റ് വീട്ടിൽ ഉണ്ടാക്കില്ലേ? എല്ലാവരും മുട്ട ഓംലേറ്റൊക്കെ ഉണ്ടാക്കും. ഈ മുട്ട ഓംലേറ്റിൽ എന്തിടും? കുരുമുളകിൻ്റെ പൊടി ഇടും അല്ലേ? എന്തിനാ ഈ കുരുമുളകിൻ്റെ പൊടി ഇടണേ? എരിവ് കിട്ടാനാണോ? ടേസ്റ്റ് കിട്ടാനാണോ? എരിവ് കിട്ടാനാണെങ്കിൽ ഒരു മുളക് പൊട്ടിച്ച് വെച്ചാൽ പോരെ, അല്ലെങ്കിൽ ഒരു കാന്താരി മുളക് വെച്ചാൽ പോരെ. പിന്നെ എന്തിനാ ഈ കുരുമുളകിൻ്റെ പൊടി ഇടണേ? മുട്ടായി എന്ന് പറഞ്ഞാൽ ചൂടാണ്, ചൂടുള്ള സാധനം. നമ്മൾ സ്ഥിരമായിട്ട് ഒരു 10 പ്രാവശ്യം മുട്ട ഓംലേറ്റ് നമ്മൾ ഓംലേറ്റൊക്കെ ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞാൽ 10 പ്രാവശ്യം ഈ കുരുമുളകിൻ്റെ പൊടി നമ്മുടെ ശരീരത്തേക്ക് ചെന്നില്ല, അല്ലെങ്കിൽ കുരുമുളക് ചെന്നിട്ടില്ലെങ്കിൽ നമ്മുടെ ഈ ശരീരോഷ്മാവിനെ നിയന്ത്രിക്കുന്നതാണ് കുരുമുളക്. അതായത് നമ്മുടെ കുരുക്കൾ, നമ്മുടെ ചൂട് ഐറ്റംസുകളൊക്കെ പുറത്തേക്ക് വരും. നമുക്ക് അലർജി പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് കുരുമുളകിൻ്റെ പൊടി ഇടുന്നത്. അപ്പോൾ ശരീര ഊഷ്മാവിനെ നിയന്ത്രിക്കുന്ന സാധനമാണ് കുരുമുളക്. ചുക്കും കുരുമുളകും വച്ച് കാപ്പി തിളപ്പിച്ച് കുടിച്ചതിൻ്റെ കാര്യം അതാണ്. അത് നമ്മൾ ചെയ്തേ പറ്റൂ. പനി വരുമ്പോൾ അല്ലാണ്ട് പാരസെറ്റമോൾ മാത്രം കഴിച്ചുകൊണ്ടിരിക്കരുത്. നമ്മളൊരു രസമൊക്കെ വയ്ക്കണം. ഒരു പനി ഇടയ്ക്കിടയ്ക്കൊക്കെ അല്ലേ? ഇപ്പോൾ ഈ സമയത്ത് പനിയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ കുരുമുളക് കൂടുതൽ ഉപയോഗിക്കണം. കുരുമുളക് കൂടുതൽ ഉപയോഗിച്ച് നമ്മുടെ ശരീരോഷ്മാവിനെ കറക്റ്റ് ചെയ്യും. ശരീരത്തിൽ ചില പനികളല്ല, ചൂടുപനികൾ, അതൊക്കെ വരുന്ന സമയം നമ്മൾ കുരുമുളകാണ് കൂടുതൽ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ കുരുമുളകിനെയും ചുക്കിനെയും നമ്മൾ ഒരു കാരണവശാലും ഇന്ന് ചുക്കും കുരുമുളകും ഇരിക്കുന്നിടത്ത് എന്താ ഇരിക്കുന്നതെന്നറിയോ? ചുക്കും കുരുമുളകും ഇരിക്കുന്നിടത്ത് എന്താ ഇരിക്കുന്നത്? പാരസെറ്റമോൾ കയറിയിരിക്കുക. ഈ പാരസെറ്റമോളിനൊന്ന് മാറ്റി വെച്ചിട്ട് ചുക്കിനെയും കുരുമുളകിനെയും കൂടി കയറ്റി വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഈ ലോകത്ത് ഇന്ന് ആയുഷ് പദ്ധതി എന്ന് കേട്ടേണ്ടോ? ആയുഷ് പദ്ധതി എന്ന് കേട്ടേണ്ടോ? എല്ലാവരെയും ആയുർവേദത്തിലേക്ക് മാറ്റണം. നമുക്ക് പ്രതിരോധശേഷി കാണണം. പ്രതിരോധശേഷിയാണ് മരുന്ന്. പ്രതിരോധശേഷിയാണോ മരുന്നുകൾ? അലോപ്പതി മരുന്നുകൾ കഴിച്ചാൽ പ്രതിരോധശേഷി ഉണ്ടാവുമോ? പ്രതിരോധശേഷി ഇല്ലാണ്ടാക്കി കളയുന്ന സാധനമാണ് ഈ മരുന്നുകൾ. പക്ഷേ ആഹാരമാണ് നമുക്ക് പ്രതിരോധശേഷി ഉണ്ടാക്കി തരുന്നത്. ശരിയാണോ? ആഹാരം കഴിച്ചാലല്ലേ പ്രതിരോധശേഷി ഉണ്ടാവുള്ളൂ. അത് നല്ല ആഹാരം കഴിക്കണം. ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് ശരീരത്തിന് ദോഷം ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തേക്ക് വരുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള ആഹാരം കഴിക്കണം. ഇപ്പോൾ മുടി കൊഴിച്ചിലുണ്ടാവുന്നു. എന്താണ് മുടി കൊഴിച്ചിൽ? മുടി കൊഴിച്ചിൽ 2 തരത്തിലൂടെ ഉണ്ടാവാം. ഒന്ന് കാൽസ്യത്തിൻ്റെ അഭാവം കൊണ്ടുണ്ടാവാം അല്ലേ? അതുകൊണ്ടാണ് ഈ തൈറോയ്ഡ് പ്രശ്നമുള്ള ആളുകൾക്ക് മുടി പോകുന്നത്. മനസ്സിലായോ? മുടി കൊഴിച്ചിലൊക്കെ അങ്ങനെ ഉണ്ടാവും. പക്ഷേ ഈ മുടിക്കുള്ള ആഹാരം എന്താണ്? മുടിക്കുള്ള ആഹാരം എന്താണ്?
കയ്യോന്നി എന്ന് പറഞ്ഞത്. അപ്പം നമ്മൾ മുടി കൊഴിച്ചിലുണ്ടായി. മുടി കൊഴിഞ്ഞു പോയതിൻ്റെ കാര്യം എന്തൊക്കെയാണ്? കാൽസ്യത്തിൻ്റെ അഭാവമാണ്. ഈ കാൽസ്യം കൊടുക്കേണ്ടത് നമ്മുടെ ശരീരത്തിൽ. കാൽസ്യം എന്തിൽ നിന്നൊക്കെ കിട്ടും? ചെറുതരം മീനുകളിൽ നിന്ന് കിട്ടും. പിന്നെ എന്ത് കിട്ടും? കയ്യോന്നി എന്ന് പറഞ്ഞ സാധനത്തിൽ നിന്ന് കിട്ടും അല്ലേ? കയ്യോന്നി. മുടിയുടെ ആക്കം കൂട്ടാൻ വേണ്ടി കയ്യോന്നി, രാമച്ചം, ഒലിവിൻ്റെ ഓയിൽ, ഇതിൽ നിന്നൊക്കെ നമുക്ക് മുടി കൊഴിച്ചിലൊക്കെ മാറ്റിയെടുക്കാനൊക്കെ സാധിക്കും. മുടിക്കൊക്കെ നല്ല ബലം കിട്ടും, ആക്കമുള്ള മുടി ഉണ്ടാവും. അതിനുള്ള സാധനങ്ങൾ നമ്മൾ കൊടുക്കണം. ഹൃദയത്തിന് നമ്മളെ അല്ല മസിൽസ് വലിച്ചേറ്റുക. ഇവിടെ ശ്രദ്ധിച്ചേ മസിൽസ് വലിച്ചേറ്റുക, കിറി ഓടിപ്പോവുക, കണ്ണ് പിടയ്ക്കുക, മസിൽ പിടയ്ക്കുക, കൂർക്കം വലിക്കുക, കിതപ്പനുഭവപ്പെടുക, തരിപ്പനുഭവപ്പെടുക. ഇതെന്താ പ്രശ്നം? നമ്മൾ തരിപ്പനുഭവപ്പെടുന്നു. നമ്മുടെ കൈകാലൊക്കെ തരിക്കുക. എന്താണ് അതിൻ്റെ പ്രശ്നം? ഹൃദയത്തിൻ്റെ പ്രശ്നമാണ്. മസിൽസ് വലിച്ചേറ്റ് നമ്മൾ അമൃതാഞ്ചം സ്ട്രോങ് എടുത്തിട്ട് അങ്ങോട്ട് തേക്കും, എന്നിട്ട് പുകഞ്ഞിങ്ങനെ ഇരിക്കും. അപ്പം പറയും നമ്മൾ മസിൽ വലിച്ചേറ്റത്തിന് ഏറ്റവും നല്ലത് എന്താ? അമൃതാഞ്ചം സ്ട്രോങ് ആണെന്ന് പറയും. പക്ഷേ എന്തിൻ്റെ പ്രശ്നമാണെന്ന് അറിയാമോ? ഹൃദയത്തിൻ്റെ പ്രശ്നമാണ്. ഈ ഹൃദയത്തിൻ്റെ പവർ കുറയണ സമയത്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. കണ്ടല്ലോ, ആളുകളുടെ കിറി ഓടിപ്പോയി കണ്ടോ? കണ്ണ് പിടയ്ക്കും, മസിൽസിൽ ഇങ്ങനെ പിടപ്പുണ്ടാവും. അതൊക്കെ ഹൃദയത്തിൻ്റെ അങ്ങോട്ട് പമ്പ് ചെയ്യാൻ സാധിക്കുന്നില്ല. എന്ത്? ബ്ലഡ് പമ്പ് ചെയ്യാൻ സാധിക്കുന്നില്ല. ബ്ലഡ് പമ്പ് ചെയ്യുന്ന ആരാ? ഹൃദയമാണ് ബ്ലഡ് പമ്പ് ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള ആഹാരം കൊടുക്കണം. അതിനുള്ള ആഹാരം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നീർമരുത്, പുഷ്കരമൂല, ഉലുവ, ശതാവരി, ചിറ്റമൃത്, ഉണക്കമുന്തിരി, ഇത്തരം സാധനങ്ങൾ നമ്മുടെ ചെന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഹൃദയത്തിന്. പൊറോട്ട ഇറച്ചിയും കഴിച്ചാൽ ഹൃദയത്തിൻ്റെ ആഹാരം അല്ല. നമുക്ക് എല്ലാം നമ്മുടെ കേരളത്തിൻ്റെ ദേശീയ ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ ഹോട്ടലിലും പൊറോട്ട ഇറച്ചിയും കിട്ടും. അത് ഹൃദയത്തിൻ്റെ ആഹാരമാണോ? അത് വിശപ്പ് മാറുമായിരിക്കും, പക്ഷേ ഹൃദയത്തിൻ്റെ ആഹാരമല്ല. അത് കഴിച്ചതാണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഹൃദയത്തിൻ്റെ ആഹാരത്തിന് എന്ത് ചെയ്യണം? ഹൃദയത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഹൃദയത്തിന് ആഹാരം കൊടുക്കണം. കരളിൻ്റെ ആഹാരം കയ്യോന്നിൻ്റെ അല്ല, ഇതിൻ്റെ കയ്യോന്നി അല്ല, നമ്മുടെ കാട്ടുരോഹിണി, കീഴാർനെല്ലിയും തഴുതാമയും കൊടുക്കണം കരളിൻ്റെ കാര്യത്തിന്. നിങ്ങൾ അമ്മയ്ക്കറിയാം അല്ലേ? അമ്മ അത് ശ്രദ്ധിച്ച് നോക്കണതിൻ്റെ കാര്യം എനിക്ക് മനസ്സിലായി. കാരണം ഇത് ഞാൻ മറന്നുപോയല്ലോ എന്നും പറഞ്ഞുകൊണ്ടാണ് എന്നെ നോക്കണേ. ഇത് ഞാൻ മറന്നുപോയിരുന്നു, ഇത് എനിക്കറിയായിരുന്നു എന്നും പറഞ്ഞുകൊണ്ടാണ് അല്ലേ? ശരിയല്ലേ? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ ഇത്? ഉലുവ വെള്ളം കുടിക്കുമായിരുന്നു പണ്ട് കാലത്ത്. നമ്മൾ കർക്കിടക മാസത്തിൽ ഒരു കഞ്ഞി കുടിച്ചു. എന്ത് കഞ്ഞിയായിരുന്നു? ഉലുവക്കഞ്ഞി അല്ലേ? ഇന്നെല്ലാവരും എൻ്റെ വീടിൻ്റെ അടുത്ത ക്ഷേത്രത്തിൽ 7 ദിവസം കൊടുക്കും. 7 ദിവസമാണോ കഴിക്കേണ്ടത്? നമുക്ക് എല്ലാവർക്കും 41 ദിവസം. എന്താണ് 41 ദിവസത്തിൻ്റെ പ്രത്യേകത? ശബരിമലയ്ക്ക് മാലയിട്ടാൽ 41 ദിവസം വ്രതം നോക്കും. എന്താ 41 ദിവസത്തിൻ്റെ പ്രത്യേകത? വേണ്ട, ഈ 5 ദിവസത്തിൻ്റെ പ്രത്യേകത എന്താ? സഞ്ചയനം എന്ന് കേട്ടോ? സഞ്ചയനം, ആൾ മരിച്ചു കഴിഞ്ഞാൽ, ഒരാൾ ഒരു ജീവൻ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവരുടെ വയറ് പൊട്ടുന്നത്, അതായത് ആ മൃതശരീരത്തിൻ്റെ വയറ് പൊട്ടി പുറത്തേക്ക് വരുന്നത്, അതിൻ്റെ സംഗതികളൊക്കെ പുറത്തേക്ക് പോകും. ആ വയറ് പൊട്ടുന്ന ദിവസം 5 ദിവസം കൊണ്ടാണ്. അതാണ് സഞ്ചയനം എന്ന് പറഞ്ഞത്. 5 മുതൽ 7 ദിവസം കൊണ്ട് ഒരാളുടെ വയറ് പൊട്ടിപ്പോകും. നമ്മൾ ചത്തുപോയി, നമ്മളെ മൃതദേഹം അങ്ങനെ മാറ്റി വെച്ചു. ഫ്രീസറിലല്ല കേട്ടോ, അല്ലാണ്ട് വയ്ക്കണം. അല്ലാണ്ട് വെച്ച് കഴിഞ്ഞാൽ വയറ് പൊട്ടുന്ന സമയമാണ് സഞ്ചയനം. ഇനി 41 എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നമ്മുടെ ഈ എല്ലുകളില്ലേ, ഈ എല്ലുകളൊക്കെ വേറെ വേറെ ആയിട്ട് കിടക്കും. 41 ദിവസം ആകുമ്പോൾ നമ്മൾ ചത്ത് കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ എല്ലുകളൊക്കെ വേറെ വേറെ ആയിട്ട് കിടക്കും. അപ്പോൾ ഇങ്ങനെ പറയാം, ഇതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പറയാം, അത് ഏതാ വിനോദ് സാറിൻ്റെ കയ്യിൻ്റെ അസ്ഥിയാണല്ലോ, അത് അസ്ഥി വിട്ടുപോകും. ഇവിടുന്ന് ഇവിടെയൊക്കെ വിട്ടുപോകും, എല്ലാം വേറെ വേറെ കിടക്കും. അതിനാണ് 41 എന്ന് പറഞ്ഞത്. അപ്പം 41 ദിവസം നമ്മൾ വ്രതം എടുക്കും. അതിനെയാണ് ശബരിമലയ്ക്ക് പോകണം. 41 ദിവസം വ്രതം എടുത്തിട്ട് ശബരിമലയ്ക്ക് പോകും അല്ലേ? 41 ദിവസമാണ് എന്ത്? ഹൃദയത്തിൻ്റെ പവർ കിട്ടാൻ വേണ്ടിയിട്ട്. ഒരു വർഷത്തിൽ 41 ദിവസം നിങ്ങൾ ഉലുവക്കഞ്ഞി കുടിച്ചാൽ ആ വ്യക്തി ഒരു കാരണവശാലും കുഴഞ്ഞു വീണ് മരിക്കില്ല. പല എന്തോരു കുടുംബങ്ങൾ അനാഥമായി പോയേക്കണമെന്ന് അറിയണം. ഇച്ചിരി ഉലുവയായിട്ട് കഞ്ഞി കുടിച്ചാൽ മതി. ഒരു 41 ദിവസത്തേക്ക് നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന ആൾക്കാർക്ക് ഇച്ചിരി ഉലുവയായിട്ട് കഞ്ഞി കൊടുക്കും. ഇല്ലെങ്കിൽ ഈ പറയുന്ന സാധനം നിങ്ങൾ കഴിക്കാൻ പറ്റുമോ? കഴിക്കും. ഇപ്പോൾ ഈ കയറ്റോ കയറി വരുമ്പോൾ കിതയ്ക്കുന്ന ആൾക്കാരെ കണ്ടേണ്ട, കിതപ്പനുഭവപ്പെടുക, തരിപ്പനുഭവപ്പെടുക, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇത് കഴിച്ചാൽ മതി. ഇതാണ് ഇവിടെ ആയുർവേദത്തിലേക്ക്, ഇതല്ലാതെ വേറെ ഒന്നും കൊണ്ടും പറയണമല്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. നമ്മൾ ഓർക്കമെൻറ്റോ? നമ്മൾ വെള്ളം വലിച്ചു കുടിക്കുന്ന ജീവികളല്ലേ? വെള്ളം വലിച്ചു കുടിക്കണം. നക്കി കുടിക്കുന്ന ജീവികളെ കണ്ടിട്ടില്ലേ? വെള്ളം നക്കി കുടിക്കുന്ന ജീവികൾ കണ്ടിട്ടില്ലേ? അതുമാതിരി വെള്ളം കുടിച്ചിട്ട് കാര്യമുണ്ടോ? ശരീരത്തിൽ നിത്യരോഗിയായിട്ട് മാറും. അതുകൊണ്ട് വെള്ളം വലിച്ചു കുടിക്കണം. ഇനി രാത്രി കണ്ണറിയില്ലാത്ത ജീവികൾ നമ്മൾ ഇപ്പോൾ പകലും കണ്ണറിയാൻ പാടില്ല. രാത്രി കണ്ണറിയില്ലാത്ത രാത്രി കണ്ണറിയണ ജീവികളെ കണ്ടേണ്ടോ? ഇല്ലേ? പട്ടി പൂച്ചയൊക്കെ അതിന് രാത്രി കണ്ണറിയാം. പക്ഷേ നമുക്കെന്തില്ല? രാത്രി കണ്ണറിയില്ല.
അപ്പോൾ രാത്രി കണ്ണറിയില്ലാത്തതുകൊണ്ട് രാത്രി ഭക്ഷണം തേടരുത്. രാത്രി ഭക്ഷണം തേടേണ്ട ജീവികൾ ആരാണ്? മനുഷ്യരല്ല, അവരൊക്കെയാണ് രാത്രി കണ്ണറിയുന്ന ജീവികളാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ വെള്ളം ഒരു 25 കിലോ ഉള്ള ഒരു വ്യക്തി 1 ലിറ്റർ വെള്ളം കുടിക്കണം. അപ്പോൾ ഞാൻ 70 കിലോ ഉണ്ട്. അപ്പോൾ ഞാൻ എത്ര ലിറ്റർ വെള്ളം കുടിക്കണം? 3 ലിറ്റർ വെള്ളം കുടിക്കണം, അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിൽ അസുഖം വരും. അപ്പോൾ നമ്മൾ ഈ വെള്ളം വലിച്ചു കുടിക്കുന്ന ജീവികളാണ്, കണ്ണറിയില്ലാത്ത ജീവികളാണ്. ഇതൊക്കെ പറഞ്ഞു തരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്കെല്ലാത്തിനും മറ്റുള്ള ജീവജാലങ്ങളിൽ നിന്നൊക്കെ പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകത അനുസരിച്ച് നമ്മൾ ജീവിക്കണം. ഇറച്ചിയും മീനും നമ്മൾ കഴിക്കുന്ന ഇറച്ചി ഒന്നും വെന്തില്ല, കുറച്ച് വേവ് കുറഞ്ഞു പോയി, എന്ത് സംഭവിക്കും? ഇളക്കം പിടിക്കും അല്ലേ? പിടിച്ചാൽ നിൽക്കുമോ? പിന്നെ അത് അകത്തേക്ക് എങ്ങനെയും വിഴുങ്ങി വിടാം. ചില ആളുകളുണ്ട് കുറേ നേരം ഇങ്ങനെ കടിച്ച് കുറച്ച് കഴിയുമ്പം വിഴുങ്ങും. 90% ചവച്ചരയ്ക്കാത്ത ഒരു ആഹാരവും നമ്മൾ ഇറക്കി വിടാൻ പാടില്ല. 90% ചവച്ചരയ്ക്കാത്ത, 10%-നുള്ള പവറേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ കണ്ടോ പശുവൊക്കെ മാറി നിന്നിട്ടും അയവിറക്കുന്ന കണ്ടോ, മാറി നിന്നിട്ട് നമുക്ക് പറ്റണ്ടോ അത്? അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആഹാരം കഴിക്കുമ്പോൾ നന്നായിട്ട് ചവച്ചരച്ചതിന് ശേഷം വേണ്ടി ഇറക്കി വിടാൻ പോകും. അപ്പോൾ അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ ഈ പ്രസ്ഥാനത്തിൽ വന്നതിന് ശേഷമാണ്. ഞാനൊക്കെ ചോറുണ്ടെന്ന് പറഞ്ഞാൽ 2 മിനിറ്റ് പോലും എടുക്കില്ലായിരുന്നു. ഞാൻ വാരി വലിച്ച് അടിച്ച് ഇല്ല JCBക്ക് ടിപ്പറിൽ ലോഡ് കയറ്റുന്ന മാതിരി വാരിയിട്ടുണ്ട്. ഈ വാരിയിട്ട് അടിച്ചതിന് ശേഷം ഞാൻ ഒഴിവാകും. കാരണം നമ്മൾ വിചാരിക്കുന്നത് എന്താ, പെട്ടെന്ന് പോയില്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊന്നാണ്. പക്ഷേ കുറച്ച് സമയമൊക്കെ എടുത്ത് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ നന്നായിട്ട് ചവച്ചരച്ചതിന് ശേഷം, അത് ചവച്ചരയ്ക്കാൻ പറ്റിയ ഭക്ഷണം മാത്രമേ കഴിക്കാമുള്ളൂ. നമ്മൾ ഇറച്ചി മീനൊക്കെ കഴിക്കുന്ന സമയത്താണെങ്കിലും അത് ചവച്ചരയ്ക്കാതെ ഒരു കാരണവശാലും ഇറക്കുക. ചവച്ചരയുന്നില്ലെങ്കിൽ നമ്മൾ മാറ്റി വെച്ചേക്കണം. അത് വിഴുങ്ങാൻ പാടില്ല. നമ്മുടെ സാധനം വേസ്റ്റ് ഇടാനുള്ള സ്ഥലമാണോ? അതൊരു വേസ്റ്റാണ്. ആ വേസ്റ്റ് ഇടാനുള്ള സ്ഥലമല്ല നമ്മുടെ വയറ്. അതുകൊണ്ട് ഇതിനെയൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാനും കുട്ടികളോട് നന്നായിട്ട് പറഞ്ഞു കൊടുക്കാനും ഒക്കെ. ഈ കൊച്ചാരുടെ കുട്ടിയാണ്? അതൊരു പെൺകുട്ടിയാണ്. ആ കുട്ടി ചോദിക്കുകയാണ്, എന്തിനാണ് അമ്മേ തലയിൽ എണ്ണ തേച്ച് കുളിക്കേണ്ടത്? ചോദിച്ചാൽ മറുപടി കൊടുക്കാൻ പറ്റുമോ? ഞാൻ തലയിൽ എണ്ണ തേക്കുന്നില്ല എന്ന് കൊച്ചു പറയുകയാണ്. ഞാൻ ഇന്ന് മുതൽ തലയിൽ എണ്ണ തേക്കുന്നില്ല, എൻ്റെ മുടി ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് കിടക്കണമെന്ന് എനിക്കിഷ്ടമല്ല, മുടിയൊക്കെ പറവർന്ന് നടക്കും. അപ്പോൾ അതുകൊണ്ട് തലയിൽ എണ്ണ തേച്ച് കുളിക്കില്ല. അപ്പോൾ അമ്മ പറഞ്ഞു കൊടുക്കേണ്ട ഒരു മോനെ തലയിൽ എണ്ണ തേച്ച് കുളിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് തലയിൽ എണ്ണ തേച്ച് കുളിക്കണേ? നമ്മുടെ സൈനോവിയൽ ഫൂഡ് എന്ന് പറഞ്ഞൊരു ഫൂഡുണ്ട്, ഉണ്ടോ? ഇങ്ങനെയൊക്കെ കിടന്ന് കാണിക്കണേ എന്ത് വേണം? ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്രീസിങ് വേണം. ഇതിങ്ങനെയൊക്കെ ഇട്ട് കാണിക്കണേ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്രീസിങ് വേണം. അതായത് എല്ലുകൾ തമ്മിൽ ഇത്ര അടുത്താക്കുള്ളൂ. ഈ എല്ലുകൾക്കിടയിൽ ഒരു ഗ്രീസിങ് ഉണ്ട്. ആ ഗ്രീസിങ് പറ്റി പോകുമ്പോൾ എല്ലുകൾ തമ്മിൽ കൂടുതൽ അടുക്കുകയും ബലമില്ലാത്ത എല്ലുകൾക്ക് വളവ് സംഭവിക്കുകയും, ചില ആളുകളുടെ വിരലൊക്കെ വളഞ്ഞു പോയണോ കണ്ടേണ്ടോ? ചില ആളുകൾ ഇങ്ങനെ തന്നെ ഇരിക്കും, നടുവ് ഇങ്ങനെ തന്നെ ഇരിക്കും. ചില ആൾ കൂന് ബാധിക്കും, കണ്ടേണ്ടോ? സൈനോവിയൽ ഫൂഡ് നഷ്ടപ്പെട്ടു. അത് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്ന ആർക്കാണെന്നറിയോ? പെൺകുട്ടികൾക്ക്. അവർക്ക് വെള്ളപോക്ക്, അസ്ഥിയുരുക്കം എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്. മനസ്സിലായോ? ആ സമയത്ത് നിങ്ങളുടെ ശരീരത്തിലെ ഈ പറയുന്ന ഫ്ലൂയിഡ് വറ്റിപ്പോവും. ആ ഫ്ലൂയിഡ് വറ്റിപ്പോകുമ്പോൾ ആ ഫ്ലൂയിഡിനെ കറക്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത് എണ്ണ തേച്ച് കുളിക്കുന്നതിലൂടെയും മുരിങ്ങ പോലെയുള്ള സാധനങ്ങൾ കഴിക്കുന്നതിലൂടെയാണ്. മുരിങ്ങ എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു ഔഷധമാണ്. ചില ആളുകൾ മുരിങ്ങാക്കോലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പുറത്തൊരു ഉമ്മ വയ്ക്കും, അപ്പുറത്തൊരു ഉമ്മ വയ്ക്കും, മാറ്റി വയ്ക്കും. ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നൊക്കെ പറയും. പക്ഷേ നമ്മൾ ആ മുരിങ്ങാക്കോലൊക്കെ നന്നായിട്ട് കടിച്ചീമ്പി കഴിക്കാൻ കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ശരീരത്തിലെ ഫ്ലൂയിഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പണ്ട് കാലത്ത് നമ്മൾ ഒരു കഞ്ഞി കുടിച്ചു, എന്താ മുരിങ്ങത്തൊലിയിട്ട കഞ്ഞി കുടിച്ചു അല്ലേ? പണ്ട് കാലത്ത് അമ്മമാർ സന്ധിവേദന എടുക്കണം, കാല് കഴക്കിയാണ്, കൈ കഴക്കിയാണെന്നൊക്കെ പറയുന്ന സമയത്ത് ആ അമ്മമാർ ഇത്തിരി മുരിങ്ങയുടെ ഒരു കഷ്ണം എടുത്തിട്ട് കഞ്ഞിയിലിടും. എന്നിട്ട് ആ കഞ്ഞി മാത്രമായിട്ട് തരും. നിങ്ങൾ കഴിച്ചു നോക്കിയേ. കാല് സന്ധിവേദന ഉണ്ടാകുന്ന സമയത്ത് ഇത്തിരി മുരിങ്ങത്തൊലി ഇട്ടിട്ട് ഇത്തിരി കഞ്ഞിയിലേക്ക് ഇട്ടിട്ട് ആ കഞ്ഞി തിളപ്പിച്ച് വേവിച്ച് നിങ്ങൾ ആ മുരിങ്ങത്തൊലി എടുത്ത് മാറ്റി കളഞ്ഞിട്ട് ആ കഞ്ഞി കുടിച്ചു നോക്കി. ഒരു 10 ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ശരീരത്തിൽ കാല് കഴപ്പ്, കൈ കഴപ്പൊക്കെ മാറും. അങ്ങനെയുള്ളൊരു കാര്യമാണ്. ഇതൊക്കെ ചെയ്യാൻ പറ്റൂല്ലെങ്കിൽ ഇത് എന്തുണ്ട്? മുരിങ്ങതേ നമ്മുടെ കയ്യിലുണ്ട്. നിങ്ങളിതിന് മുരിങ്ങയുടെ സകല സത്വമാണത്. ആ സത്ത് കറക്റ്റായിട്ട് ഒരു 41 ഒരു 30 ദിവസം കഴിക്കാനുള്ള സാധനമുണ്ട്. ആ 30 ദിവസം കഴിച്ചു കഴിഞ്ഞാൽ അതിനുള്ള മാറ്റങ്ങളുണ്ടാവും. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഞാൻ പ്രത്യേകം പറയുന്നത്. നമുക്കൊരു കാര്യം പറയുമ്പോൾ നമ്മുടെ കുടുംബജീവിതം ഭംഗിയാക്കണോ, നമ്മുടെ ആരോഗ്യം ഭംഗിയാക്കണോ? ആയുർവേദം എന്ന് പറഞ്ഞാൽ എന്താണ്? ആയുസ്സിനെ കുറിച്ചുള്ള അറിവാണ്. ആയുസ്സിനെ കുറിച്ചുള്ള അറിവ്. ആയുസ് വേണോ?
അതോ ഇങ്ങനെ വച്ചുകൊണ്ട് നടന്നാൽ മതി? ഞാനിപ്പോൾ കണ്ണട വച്ചു അല്ലേ, നിങ്ങളെല്ലാവരും കണ്ണട വെച്ചാണ് വായിക്കുന്നത് അല്ലേ, ഒരുവിധ ആൾക്കാരെല്ലാവരും കണ്ണട വെച്ചാണ് വായിക്കുന്നത്. കണ്ണിൻ്റെ റെക്ടീനയുടെ പവർ കുറഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു? കണ്ണട വെച്ചു. ഈ കണ്ണടയുടെ ഗ്ലാസിൻ്റെ കട്ടി കൂട്ടാമെന്ന് മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്ക് പ്രായമാവും തോറും എൻ്റെ കണ്ണിൻ്റെ പവർ കൂടുന്നില്ല. മനസ്സിലായോ? കണ്ണടയുടെ ഗ്ലാസിൻ്റെ കട്ടി കൂടും. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ എന്തെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിൽ ആ മരുന്നിൻ്റെ ഡോസ് കൂടും. നിങ്ങൾക്ക് ആരോഗ്യം കിട്ടില്ല. ആരോഗ്യം കിട്ടണമെങ്കിൽ ആയുർവേദത്തിലേക്ക് മാറണം. ആരോഗ്യം നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ആയുർവേദത്തെക്കുറിച്ച് മനസ്സിലാക്കണം, പഠിക്കണം. അതുപോലെ കുട്ടികൾ ഇന്നത്തെ കുട്ടികൾ പെൺകുട്ടികൾക്കൊക്കെ ഇപ്പോൾ ഞാൻ പല ആൾക്കാരെയും കണ്ടിട്ടുണ്ട് കേട്ടോ. ഇത്രേ ഉള്ളൂ മുടി. എൻ്റെ അമ്മയൊക്കെ മുടി അഴിച്ചിട്ട് കഴിഞ്ഞാൽ താഴെ കാലിൻ്റെ കണ്ണങ്കാല് വരെ മുടി കിടക്കാൻ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ കുട്ടികൾക്ക്, ചെറുപ്പക്കാർ പിള്ളേർക്ക് എന്തുകൊണ്ടാണ് ഇത്ര മുടി? എന്തുകൊണ്ട് മുടി വളർത്താൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടാണോ? അല്ല, ഈ ചെറുപ്പം മുതലേ പാരസെറ്റമോൾ കോരി കുടിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ടാണ്. എല്ലാം കൂടി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൽ നിന്നൊക്കെ ഒന്ന് മാറിയിട്ട് നിങ്ങൾ ആയുർവേദം ഒന്ന് മനസ്സിൽ കൊണ്ടുകിടന്ന് നിങ്ങളുടെ വീട്ടിൽ വയ്ക്കുന്ന ആഹാരത്തെ ആണെങ്കിലും ഈ എന്താ ഇനി പറഞ്ഞാൽ ഈ വിരുദ്ധാഹാരങ്ങൾ കഴിക്കാതെ, സമയം തെറ്റിയ ആഹാരം കഴിക്കാതെ, ആഹാരം കഴിക്കുമ്പോൾ അതിനോട് ഒരു ഭക്തിയോടുകൂടി നമ്മുടെ ആരോഗ്യം, നമുക്ക് ജീവനൊക്കെ തരുന്ന സാധനമാണല്ലോ, ആരോഗ്യം ഒക്കെ തരുന്നതാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഭക്തിയോടുകൂടി ഒരു എന്തിനോട് എല്ലാവരും ആഹാരമൊക്കെ കഴിക്കുമ്പോൾ ഒന്ന് പ്രാർത്ഥിക്കും. അതൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച് ഇതിൽ നിന്നൊക്കെ ഒന്ന് മാറിപ്പോയപ്പോഴാണ് നമുക്കിതൊന്നും കേൾക്കാണ്ട് വന്നത്. ശരീരത്തേക്ക് മരുന്നും മന്ത്രമൊന്നും കേട്ടിട്ടില്ലേ? മരുന്നും മന്ത്രമൊന്നും എനിക്ക് വേണ്ടവേ എന്നൊക്കെ ഉണ്ടേ. മരുന്നും മന്ത്രവും, മരുന്നാദ്യം ഉണ്ട് മന്ത്രം. അപ്പം മന്ത്രം കൂടി വേണം അതിൽ. ആഹാരമാണ് മരുന്ന്, അതിൽ ഒരു പ്രാർത്ഥനയും വേണം. ആ പ്രാർത്ഥനയോടുകൂടി ശക്തമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആയുർവേദത്തിലൂടെ ഒത്തിരി നാളുകൾ ജീവിക്കാം. ഒരു മനുഷ്യൻ്റെ ആയുസ് എന്ന് പറഞ്ഞാൽ 120 വർഷം മിനിമം ആയുസ്. ഈ നിങ്ങൾ കണ്ടോ ഈ ശ്രീകൃഷ്ണൻ രഥം ഓടിച്ചുകൊണ്ട് പോകണ കണ്ടോ ഒരു പടം? മീശയൊന്നും വന്നിട്ടില്ല, ഒരു കൊച്ചു പയ്യനാ അല്ലേ? അർജുനാണ് ഈ ചെറിയൊരു പൊടി മീശയും. എത്ര വയസ്സിലാണെന്നറിയോ അത്? ശ്രീകൃഷ്ണൻ്റെ 80ാമത്തെ വയസ്സിലാണ് യുദ്ധത്തിന് പോയത്. ഇപ്പോൾ ഇവിടെ 80 വയസ്സുള്ള ആരെങ്കിലും ഇരിപ്പുണ്ടോ? 80 വയസ്സുള്ളൂ ആരെങ്കിലും ഉണ്ടോ? എത്ര വയസ്സുണ്ട്? ഒരു യുദ്ധത്തിന് പോകാൻ നമുക്ക് പറ്റുമോ? പറ്റില്ല. അപ്പോൾ 60 വയസ്സായപ്പോഴത്തേക്കും നമുക്ക് പറ്റില്ല. ഇനി 20 വർഷം കൂടി ജീവിച്ച ആളാണ് ശ്രീകൃഷ്ണൻ മഹാഭാരത യുദ്ധത്തിന് പോയത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ആരോഗ്യം ക്ഷയിച്ച് നമ്മളൊന്നുമില്ലാത്ത മനുഷ്യനായിട്ട്, ഒരു കഴിവില്ലാത്ത മനുഷ്യനായിട്ട് ജീവിച്ച ചത്തതിനൊക്കെമേ ജീവിച്ചിരിക്കും. ആരെങ്കിലുമൊക്കെ കൊണ്ട് തന്നാൽ കഴിഞ്ഞുകൂടി ജീവിക്കാമെന്ന് വിചാരിക്കുക. നമ്മളെക്കൊണ്ട് അണ്ണാറ കണ്ണനും തന്നാലായത് എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് ജീവിത അവസാനം വരെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മൾ ചെയ്യണം. അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇത്രയും നല്ലൊരു അവസരം, ഇത്രയും നല്ലൊരു കാര്യം നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുക. എല്ലാവർക്കും നന്മ വരട്ടെ, ആയുരാരോഗ്യ സൗഖ്യങ്ങളും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥം കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്. ഓക്കെ, താങ്ക് യു.